ഹലോ, വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് രാവിലെ ഞാനും ചിയാക്കുട്ടിയും കൂടെ പൊൻകുന്നത്തുള്ള നമ്മുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഞങ്ങൾക്ക് 27-ാം തീയതി ശനിയാഴ്ച ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ വെച്ചാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പം കസിൻസ് എല്ലാവരും വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 25-ാം തീയതി കാലത്ത് തന്നെ നമ്മുടെ വഞ്ചനാട് ട്രെയിനിന് 5:15 ട്രെയിനിന് തൃപ്പൂണിത്തുറയിൽ നിന്ന് കോട്ടയത്തേക്ക് വരുവാണ് കേട്ടോ. ഏകദേശം ഒരു 6:15 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് എത്തി കേട്ടോ. കോട്ടയത്ത് നിന്ന് ചിയാക്കുട്ടിക്ക് ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. നേരെ ഞങ്ങൾ ലോഗോസ് അവിടെ എത്തി. അവിടെ ഞങ്ങൾ ബസ് കയറി പൊൻകുന്നത്തേക്ക് പോവാണ് കേട്ടോ. വഴിയോര കാഴ്ചകളും ഒക്കെ കണ്ടിങ്ങനെ പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ പൊൻകുന്നം ബസ് സ്റ്റാൻഡിലെത്തിയപ്പോഴത്തേക്ക് അച്ചാച്ചൻ പൊൻകുന്നത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ വണ്ടിയൊക്കെ കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോരുവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മുടെ മലനാട്ടിലൊക്കെ ഒന്ന് കയറാതെ പോരാൻ പറ്റുമോ? ഞങ്ങൾ മലനാട്ടിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ അച്ചാച്ചൻ്റെ ചേട്ടനും അച്ചാച്ചൻ്റെ അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി കട്ടൻ കാപ്പിയും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ പന്തലൊക്കെ ഇടാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെങ്ങനെ ഈ പ്രാവശ്യം ഈ ഫംഗ്ഷന് വേണ്ടിയുള്ള ഫുഡൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കൂടി കസിൻസിൻ്റെയൊക്കെ കുട്ടികളാണ്. എല്ലാവരും കൂടെ കൂടിയാണ് നമ്മളുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. വൈകുന്നേരം കപ്പ ബിരിയാണി, എല്ലും കപ്പയും ഉള്ള ആ ഒരു ബിരിയാണിയാണ് നമ്മൾ വൈകുന്നേരത്തേക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ആൻറ്റിമാരൊക്കെ എത്തി, കസിൻസ് കുട്ടികളെല്ലാവരും വന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അച്ചാച്ചൻ്റെ ചേട്ടന്മാരും അനിയനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കടുക് മാങ്ങയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ എല്ലാവരുമായിട്ട് ഒന്നിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് പിള്ളേരുമൊക്കെ കൂടി ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അത്യാവശ്യം കസിൻസൊക്കെ വന്നായിരുന്നു. വീണ്ടും ഇതിൻ്റെ നമ്മൾ അടുപ്പിൻ്റെ സൈഡിലേക്ക് വന്നപ്പോഴത്തേക്ക് വലിയൊരു അണ്ടാവ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കപ്പ ബിരിയാണിക്ക് വേണ്ടിയുള്ള ആ ഒരു അരപ്പൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയാണ്. തേങ്ങയുടെ ഒരു കൂട്ടാണ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 27-ാം തീയതിയിലെ കുടുംബയോഗത്തിന് വേണ്ടിയുള്ള ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോഴത്തേക്ക് ഇതേണ്ട അടുത്തൊരു ആൻറ്റി വന്നു. ഇങ്ങനെ ഓരോരോ ആൻറ്റിമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ചാച്ചന് 9 സഹോദരങ്ങൾ, അവർ 9 പേരാണ് കേട്ടോ. അതിൽ 5 പേരും ആൻറ്റിമാരാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാം വന്നു, അവരുടെ മക്കളുമൊക്കെ വന്നു. അപ്പോൾ ഇതിന് ഇങ്ങനെ കപ്പ ബിരിയാണി ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മല്ലിയിലൊക്കെ ഇട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം ഇങ്ങനെ കൂടി പശുവിൻ്റെ അടുത്ത് പോയി പശുക്കൂട്ടിലൊക്കെ കയറി കളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പം സന്ധ്യാപ്രാർത്ഥന എല്ലാവരും ഒന്നിച്ചിരുന്ന്. ഇത് ബിനു അച്ഛനാണ്, ഫാദർ ബിനു ഒരപ്പാഞ്ചിറ, എൻ്റെ അച്ചാച്ചൻ്റെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് ഒന്നിച്ച് കൂടി. അപ്പോൾ മമ്മിയുടെ അച്ചാച്ചൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു 21 ജാനുവരിയിൽ. അപ്പം അതിനുവേണ്ടി ഒരു കേക്ക് മുറിക്കാൻ വേണ്ടി സർപ്രൈസായിട്ട് ചെയ്തതാണ് കേട്ടോ. അച്ചാച്ചനും മമ്മിയും അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു കാര്യം. അപ്പം പോയി കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കേക്കൊക്കെ അവർ കഴിച്ചു. എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ ഇളക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരെയും ഇരുത്തി ഭക്ഷണമൊക്കെ കൊടുത്തു. കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ കൊടുത്ത് അവരെല്ലാം കഴിച്ച് അവർ സമാധാനമായി കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മമാരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ വീണ്ടും ഒരു മീറ്റിംഗ് പോലെ ഒന്നിച്ച് കൂടിയിരുന്നു. ചർച്ചകളൊക്കെ നടത്തി എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുപോകാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.